നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സുധി ബ്യൂട്ടി പാർലറിലേക്ക് വരുവാണ്. ആ സമയത്ത് നീലിമ ഇതൊന്നും അറിയത്തില്ല, നീലിമ ഇരിക്കുവാണ്. അങ്ങനെ സുധി നീലിമയുടെ പുറയിലേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് സമയത്താണ് നീലിമ ആ കാഴ്ച കാണുന്നത്. കണ്ണാടിയിൽ സുധിയെ കാണുന്നത്. പെട്ടെന്ന് തന്റെ പുറകെ നിൽക്കുന്ന സുധിയെ കണ്ടപ്പോൾ തന്നെ നീലിമ ചാടി കസേരന്ന് എഴുന്നേക്കുവാണ്. പെട്ടെന്ന് നീലിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ നീലിമയെ തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, അതെ ഞാൻ പോയേക്കോ കേട്ടോ എന്ന് പറയാം, എനിക്ക് മതി, ഫേഷ്യൽ ഒന്നും ചെയ്യണ്ടെന്ന് പറയാണ്. ഇതും പറഞ്ഞങ്ങ് തിരിയാൻ തുടങ്ങുമ്പോഴത്തേന് ശ്രുതി പറഞ്ഞു, എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിൽക്കാൻ പറയണം. അയ്യോ വേണ്ട, എനിക്ക് ഫേഷ്യൽ ഒന്നും ചെയ്യണ്ട, ഞാൻ പോയേക്കുക, ഇത്രയും മതി, എനിക്ക് ഇച്ചിരി ധൃതി ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, നീ അങ്ങനെ പോയാൽ എങ്ങനെ നീലിമ ശരിയാന്ന്? അവിടെ നിൽക്കാൻ പറയണം. ആ സമയം ശ്രുതി പറഞ്ഞു, ഇരിക്കടി അവിടെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നീലിമ വെച്ചു, അതൊക്കെ പറയാൻ നീ ആരാന്ന് ചോദിക്കുക, ഞാൻ ആരും ആയിക്കോട്ടെ, മര്യാദയ്ക്ക് അവിടെ പറയുന്ന അനുസരിച്ചോ, അവിടെ ഇരിക്കാൻ പറയണം, ഇവിടെ നനങ്ങിപ്പോയാ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നീലിമയുടെ കയ്യിലേക്ക് പിടിച്ച് ശ്രുതി അവിടെ ഇരുത്തുവാണ്. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ഓഹോ, അപ്പൊ എന്നെ കണ്ടിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു നീ അല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ നീലിമ പറഞ്ഞു, നിന്നെ കണ്ട് ഞാൻ എന്തിനാ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണമെന്ന് ചോദിക്കാം. എടി, എന്റെ 50 ലക്ഷം കൊണ്ട് മുങ്ങിയിട്ട് ഇപ്പോഴാ നീ പൊങ്ങിയതല്ലേ, നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു പറയണം. കുറെ നാളായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നേ, അവസാനം നീ എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടെന്ന് പറയണം. ആ സമയത്ത് നീലിമ പറഞ്ഞു, നിന്റെ 50 ലക്ഷമോ? ഞാൻ ആളുടെ 50 ലക്ഷം ഒന്നും കൊണ്ട് മുങ്ങിയിട്ടില്ലെന്ന് പറയണം. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, 50 ലക്ഷം കൊണ്ട് നീ മുങ്ങിയിട്ടില്ലല്ലേ, സത്യം പറഞ്ഞു, നീ ഇവിടെ നിന്നെ അരങ്ങത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിയോട് നീലിമ വെച്ചു, അതൊക്കെ പറയാൻ നീ ആരുടെന്ന് ചോദിക്കാം. ശ്രുതി പറഞ്ഞു, ഇതാരെന്ന് മനസ്സിലായോ? ഇതെന്റെ ഭാര്യയാന്ന് പറയണം. അതെ, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ, 50 ലക്ഷം കൊണ്ട് മുങ്ങിയില്ലേ, അതിനുശേഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ദേവത എവളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി ഒന്നും കൂടെ പൊങ്ങി. നീ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞപ്പം എന്റെ ജീവിതത്തിൽ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവളെ കാണുന്നത്, ശ്രുതിയെ കാണുന്നത്. ശ്രുതി എന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കണ. നിനക്കത് അറിയാവുന്ന ചോദിക്കാം. നീ പണത്തിന് വേണ്ടിയിട്ട് എന്നെ തേച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോയല്ലേന്ന് ചോദിക്കാം. പക്ഷേങ്കിൽ ആ സമയത്ത് ശ്രുതി എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം നിന്നെ കാണാൻ പോലും പറ്റില്ലായിരുന്നു പറയണം. അത് കേട്ടപ്പോൾ നീലിമ ഒരു ഞെട്ടലോടുകൂടി ശ്രുതിയെ നോക്കണം. ശ്രുതി പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ആദ്യം നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ശ്രുതി എന്നെ നിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാ ശ്രുതിയെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരാനായിട്ട് പറഞ്ഞേ. നിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ കേസുള്ള, അത് കൂടാതെ കഴിഞ്ഞ ദിവസം നിന്നെക്കുറിച്ച് അന്വേഷിച്ച് ഞങ്ങൾ ട്രാവൽ ഏജൻസിയുടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിന്നെക്കുറിച്ച് ഒരറിവും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നേർന്നിരിക്കുന്ന സമയത്താ നീ എന്താണെങ്കിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നേന്ന് പറയണം. അത് കേട്ടപ്പം നീലും പറഞ്ഞു, എനിക്ക് പോണം, എന്നെ മര്യാദയ്ക്ക് വിടാൻ പറയണം. നീ പോയിക്കോ, പക്ഷെ 50 ലക്ഷം ഇവിടെ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. 50 ലക്ഷോ? 50 ലക്ഷം ഒന്നും ഞാൻ തരത്തില്ല എന്ന് പറയാം. പിന്നെ ആരുടെ തരുന്നതെന്ന് ചോദിക്കാം. 50 ലക്ഷം ഇവൻ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെ കുറെ കാലം ഞാൻ ഒരു 5-6 മാസക്കാലം ഇവന്റെ ഭാര്യയായിട്ട് ഇവന്റെ കൂടെ കഴിഞ്ഞാന്ന് പറയും. ഇത് കേട്ടപ്പോൾ ശ്രുതി വെച്ചു, നാണം ഉണ്ടോ നിനക്കങ്ങനെ പറയാനായിട്ട്? ഒരുത്തവന്റെ കൂടെ കഴിഞ്ഞിട്ട് പണം വാങ്ങിയെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി വെച്ചു, ഓഹോ, അപ്പൊ അതിന് പ്രതിഫലമായിട്ടാണ് നീ 50 ലക്ഷം കൊണ്ട് മുങ്ങിയത്. എടി, നിന്നോട് ഞാൻ എന്താടി പറഞ്ഞേ? നീ നീ എന്താ എന്നോട് പറഞ്ഞേ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കാനഡയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? അവസാനം നീ എന്നെ നന്നായിട്ട് അങ്ങോട്ട് ചീറ്റ് ചെയ്ത് നീ അങ്ങോട്ട് മുങ്ങിയല്ലേന്ന് ചോദിക്കുക. ഒരിക്കലും നീ പിടിക്കപ്പെടില്ലെന്ന് കരുതിയല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നീലിമ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ കൂടെ അത്ര നാളെ ഞാൻ കിടന്നു തന്നല്ലേ, അതിനുള്ള പണം ഞാൻ തരാൻ പോകുന്നില്ലെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, ശ്രുതി ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസിനെ വിളിക്കാൻ പറയണം. ആ സമയം നീലിമ പറഞ്ഞു, വേണ്ട വേണ്ട, പോലീസിനെ ഒന്നും വിളിക്കണ്ട, നാളെ എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ളതെന്ന് പറയാം. ഓഹോ, അപ്പൊ നിനക്ക് നാളെ കാനഡയ്ക്ക് പോകാനുള്ളല്ലേ? കൊള്ളാം, അങ്ങനെയാണ്, പെട്ടെന്ന് വിളിക്ക് സുധി, ഇവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറയണം. പിന്നീട് സുധി പോലീസിനെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം, കാരണം കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷൻ ഉള്ളതല്ലേ. ആ സമയത്ത് രേവതി എന്ത് ചെയ്യാണ്, കടയിൽ പൂവ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തന്റെ സ്കൂട്ടി കാണുന്നില്ല. താൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കീയോ അത്തൽ ഇട്ടിട്ട് പോയതാണല്ലോ, ഇത് എവിടെ പോയെന്ന് അവിടെ എല്ലാം ചുറ്റും നോക്കുവാണ്, പക്ഷെ കാണുന്നില്ല. രേവതിക്ക് ആ പട വെപ്രാളം. രേവതി അവിടെ നിന്ന് 1-2 പേരുടെ ഒക്കെ ചോദിച്ചു, അവര് കണ്ടില്ല. അപ്പൊ തന്നെ വിഷയം അയച്ചൊരു പുള്ളിക്കാരനോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നീട്ടിച്ചു, അല്ല ഏട്ടാ, ഇവിടെ ഞാൻ എൻ്റെ സ്കൂട്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടോന്ന് ചോദിക്കുകയാണ്. അതെ, പോലീസ് എടുത്തോണ്ട് പോയെന്ന് പറയണേ. പോലീസുകാരോ? അതെ, പോലീസുകാരെ എടുത്തോണ്ട് പോയി. നോ പാർക്കിംഗ് ഏരിയ ബോർഡ് കണ്ടില്ലേ മാഡം? പിന്നെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോലീസുകാർ കൊണ്ടുപോകത്തില്ലേന്ന് ചോദിക്കുക. ദൈവമേ, ഇനി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി രേവതിക്ക് ഭയങ്കര ടെൻഷൻ. ഈ സമയത്ത് രേവതിയുടെ അയാളോട്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സ്റ്റേഷനിലേക്ക് ചെല്ല്, അവിടെ ചെന്ന് സ്കൂട്ടി എടുത്തോണ്ട് പോകാൻ നോക്ക്, ഇവിടെ നിന്നിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയണം. അങ്ങനെ രേവതി ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് സ്റ്റേഷനിലേക്ക് പോവാണ്. ആ സമയം ശ്രുതി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയം നീലിമ പറഞ്ഞു, മര്യാദയ്ക്ക് എന്നെ പോകാൻ സമ്മതിച്ചോ എന്ന് പറയണം. അങ്ങനെ ഇപ്പം നീ പോണ്ട, പോലീസ് വരട്ടെ എന്ന് പറയണം.
അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ പറഞ്ഞുകൊണ്ട് നീലിമ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ശ്രുതി അവിടെ ഇരുന്ന് കത്തിയെടുത്ത് അവളുടെ കഴുത്തിന് വെച്ചു. അനങ്ങി പോയേക്കല്ലെന്ന് പറയണം. അനങ്ങി പോയി തന്നെ ഇവിടെ ഞാൻ കണ്ടിച്ചുവിടെന്ന് പറയണം. നീ കാനഡയ്ക്ക് പോകുന്നൊന്ന് കാണണം. 50 ലക്ഷം കൂടെ മുങ്ങിയിട്ട് നീ അങ്ങ് സൂചിച്ച് ജീവിക്കാന്ന് കരുതിയല്ലേ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് ചോദിക്കണം. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണെന്നൊക്കെ പറയാം. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വന്നു. പോലീസ് വന്നിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ സാറേ, ഞാൻ പറഞ്ഞില്ലേ 5-6 മാസം മുമ്പ് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, പണം കൊണ്ട് മുങ്ങിയത്, അത് ഇവളാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, നീയാണോ നീലിമേന്ന് ചോദിക്കാം. അത് സാറേ നീലിമ. നീ അല്ലേ കാനഡയ്ക്ക് പോയത് ഇയാളുടെ 50 ലക്ഷം കൊണ്ടെന്ന് ചോദിക്കാം. സാറേ 50 ലക്ഷം ഞാൻ ആരുടെ കട്ടെടുത്ത് മോഷ്ടിച്ചോണ്ടും കൊണ്ടുപോയതല്ല, ഇയാൾ എനിക്ക് തന്നാന്ന് പറയാണ്. തന്നതോ? അതെ, ഇയാളുടെ കൂടെ കുറച്ചാളെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇയാൾ എനിക്ക് തന്നാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, അല്ല സാറേ, ഇവള് കള്ളം പറയുന്ന. ഇവിടെ ഞാനും ഒരുമിച്ച് കാനഡയ്ക്ക് പോകണമെന്നും പറഞ്ഞിരുന്ന ഇവളെന്നെ പറ്റിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് പണവും വാങ്ങിച്ചോണ്ട് പോയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നീലും പറഞ്ഞു, അതൊക്കെ കള്ളോ സാറേ, എന്നെ മര്യാദയ്ക്ക് പോവാൻ അനുവദിച്ചോളം പറയണം. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്താണെങ്കിലും നീ പണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. പണമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ സ്റ്റേഷനിലേക്ക് പോകാന്ന് പറയണം. സ്റ്റേഷനിലേക്കൊന്നും ഞാൻ വരത്തില്ല എന്ന് പറയാം. ഇത് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോയി ഇനിയിപ്പോൾ പണം കൊടുപ്പിക്കാനാ സാറിന്റെ തീരുമാനിക്കും, ഞാനൊരു ലൈവ് അങ്ങോട്ട് പോകും. ഇതേ പോലീസുകാരെന്നെ മനഃപൂർവ്വം ഇങ്ങനെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഓഹോ, അങ്ങനെയാണോ? അന്നാ നീ ഒന്ന് ഒന്ന് കാണട്ടെ എന്നൊക്കെ പോലീസുകാരൻ വെല്ലുവിളിക്കുകയാണ്. പിന്നീട് അങ്ങനെ നീലിമയോട് മര്യാദയ്ക്കും കൂടെ വാടിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് ശ്രുതിയോടും പറഞ്ഞ് നിങ്ങളും കൂടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അവരെയും കൂട്ടി അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് എന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. നോക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ സ്കൂട്ടി അവിടെ കൊണ്ട് വെച്ച് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓടിച്ചെന്ന് നോക്കി, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് ഇവിടെ എന്താ പരിപാടി നിൽക്കും. അയ്യോ മാഡം, ഇത് എൻ്റെ വണ്ടിയാന്ന് പറയണ. ആണോ? കൊള്ളാലോ. അല്ല, ഇതെന്തിനാ ഇവിടെ കൊണ്ട് ഇട്ടേന്നറിയാവോ? അത് പിന്നെ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിനെ കൊണ്ടുവന്നേ. എനിക്കെൻ്റെ വണ്ടി വേണം, അതിനകത്ത് കുറെ പൂവൊക്കെ ഉണ്ട്, പൂ വിൽക്കാനുള്ളതെന്ന് പറയണ. കൊള്ളാലോ, പൂവിനെ വിൽക്കാനുള്ളതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ കിടന്നിട്ട് കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ട്രാഫിക് SI ഇവിടെ ഇല്ല, SI വരട്ടെ എന്ന് പറയണം. അയ്യോ മാഡം, എനിക്ക് വണ്ടി കൊണ്ടുപോയേ മതിയാവുള്ളൂ. എങ്ങനെയാലും മാഡം എനിക്ക് വണ്ടി ഒന്ന് തന്നുവിടാൻ പറയണം. പറഞ്ഞല്ലോ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ചാർജാ ഇതിന്റെ പേരിൽ എടുത്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. നോ പാർക്കിംഗ് ഏരിയയിലാണെങ്കിൽ പിന്നെ ചിലപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ അതിന്റെ ചാർജ് മാത്രം എടുത്ത് കാണത്തുള്ളായിരിക്കും എന്ന് പറയണം. മാഡം ഇങ്ങ് നോക്ക്, എൻ്റെ ഈ വണ്ടിയുടെ ബുക്കും പേപ്പറും ഇത് എൻ്റെ ലൈസൻസും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം കാണിക്കണം. ഇതൊന്നും എന്നെ കാണിച്ചിട്ട് കാര്യമില്ല, ട്രാഫിക് SI വരുമ്പോൾ അദ്ദേഹത്തെ കാണിച്ചു നോക്ക് എന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ രേവതി ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? പെട്ടുപോയല്ലോ ഭഗവാനെ നോർത്ത് അവിടെ നിന്ന് മാറി ഇരുന്ന് കരയുവാണ്. ആ സമയത്താണ് ശ്രുതിയും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി അങ്ങോട്ട് മാറി ഇന്ന് കരഞ്ഞു നിന്നുകൊണ്ട് രേവതി കണ്ടില്ല. രേവതിയുടെ ഫ്രണ്ട് ഒരു കാറും കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് രേവതി അവരങ്ങോട്ട് കയറിപ്പോയത് കണ്ടില്ല. ഈ സമയത്ത് നീലിമോൻ, സാറേ എന്നെ കൊണ്ടുപോകരുത്, നാളെ എനിക്ക് കാനഡയ്ക്ക് പോകണ്ടെന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം, ഇങ്ങോട്ട് കയറി വരാൻ പറയാണ്. അങ്ങനെ അവരെ കൊണ്ട് അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് ചെന്നു, അതിനകത്തേക്ക് ചെന്നു. പിന്നീട് നീലിമയോട് പറഞ്ഞു, അതെ നാളെ നിങ്ങൾ കാനഡയ്ക്ക് പോവാണെങ്കിൽ കേസ് ചാർജ് ചെയ്യാതിരിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ തിരികെ കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നീലിമ പറഞ്ഞു, 50 ലക്ഷം രൂപ എനിക്ക് തിരികെ കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഞാൻ ഇവരുടെ നിന്ന് പൈസയൊന്നും മേടിച്ചിട്ടില്ല, പറഞ്ഞല്ലോ. ഇവൻ എന്നെ ചതിക്കുകയോ ചെയ്തതെന്ന് നീലിമ അറിയാം. പെട്ടെന്ന് ശ്രുതി വെച്ച്, ഞാനോ? അതെ, നീ എന്നെ ചതിക്കുകയല്ലേ ചെയ്തേ. നീ എന്നോട് എന്താ പറഞ്ഞേ? പണം നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം, നീ ആദ്യം പോയിക്കോ, പുറകെ ഞാൻ വന്നോളാന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് നീ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമായിരുന്നല്ലേ നീ ചോദിക്കണം. അത് കേട്ടപ്പം നല്ല ദേഷ്യം വന്നു ശ്രുതിക്ക്. ശ്രുതി പറഞ്ഞു, നീ എന്താ മനുഷ്യനെ കളിയാക്കണം? മനുഷ്യനെ ചീറ്റ് ചെയ്തും പോരാ, എന്നിട്ട് കുറ്റം എൻ്റെ തലയെ വെച്ച് കെട്ടാൻ നോക്കണം. ഇതേ സാറേ, ഇവള് വെറുതെ കള്ളത്തരം പറയുന്നതാന്ന് പറയണം, ഇതൊന്നും വിശ്വസിക്കരുതെന്ന് പറയാ. ശ്രുതി പറഞ്ഞു, മര്യാദയ്ക്ക് പണം വെച്ചോണമെന്ന് പറയാ, അല്ലേ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയണം. ആ സമയം പോലീസുകാരൻ പറഞ്ഞു, അതെ ഇനി നീ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീലിമ, നീ ചീറ്റ് ചെയ്താന്ന് മനസ്സിലായി, അവരുടെയൊക്കെ പണം കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ കേസ് ചാർജ് ചെയ്യുമെന്ന് പറയണം. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, എൻ്റെ വക്കീൽ ഇപ്പം തന്നെ വരും, ഇനി ബാക്കിയല്ല അദ്ദേഹം സംസാരിച്ചോളൂ എന്ന് പറയണം. ഈ സമയത്ത് രേവതി ആകെപ്പാടെ വിഷമിച്ച് പുറത്തിരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി വിളിക്കുകയാണ്. കോൾ എടുക്കണോ വേണ്ടോ തീരുമാനിച്ചു. സച്ചേട്ടൻ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, എന്താ ചെയ്യണ്ടേ? ആകെപ്പാടെ ടെൻഷനോട് രേവതി ഇരുന്നു. കോൾ എടുക്കാം എന്ന് കരുതി കോൾ എടുക്കുകയാണ്. രേവതി, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, നീ വീട്ടിലാണോ അതോ പുറത്താണെന്ന് ചോദിക്കും. ഞാൻ പുറത്താ സച്ചേട്ടാന്ന് പറയും. അതെ, കാപ്പി കുടിച്ചിട്ടില്ല, കാപ്പി കുടിക്കാന്ന് കരുതി അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ആപ്പാടെ വിഷമമായിപ്പോയി. രേവതി സങ്കടപ്പെട്ട് കാര്യം, എന്താ രേവതി കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. എന്താ കാര്യം? ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാന്ന് പറയണേ. പോലീസ് സ്റ്റേഷനിലോ? നീ എന്താ പോലീസ് സ്റ്റേഷനിലെന്ന് ചോദിക്കുക. അത് പിന്നെ സച്ചേട്ടാ, വണ്ടി സ്കൂട്ടി ഇവിടെ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുമെന്ന് പറയണേ. പോലീസുകാരോ? ഇനി വല്ല കോർപ്പറേഷൻകാരോ വല്ല പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അതൊന്നും അല്ല, ഇതിപ്പോ നോർ പാർക്കിംഗ് ഏരിയയെ കൊണ്ട് പാർക്ക് ചെയ്തനാന്ന് പറയണേ.
നോ പാർക്കിംഗ് ഏരിയയിലോ? പിന്നീട് രേവതി കാര്യം പറയണം. പൂ കൊടുക്കാൻ ആ കടയിലേക്ക് കയറിയതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, നിനക്കെന്താ ഒട്ടും ബോധവും വെളിവില്ലായിരുന്നു രേവതി? നോ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുന്നിടത്താണോ കൊണ്ടേ സ്കൂട്ടി പാർക്ക് ചെയ്യുന്നത്? അവർ പോലീസുകാർ വന്ന് എടുത്തോണ്ട് പോകത്തില്ലേന്ന് ചോദിക്കും. രേവതി പറഞ്ഞു, സോറി സച്ചേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ധൃതിക്ക് കയറി പോയതാണ്ടാന്ന് പറയും. ശരി ശരി, നീ അവിടെ നിൽക്കുക. സച്ചേട്ടാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാനങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ്. നീ സമാധാനമായിട്ട് അവിടെ ഇരിക്കുക, നമുക്ക് സ്കൂട്ടി വാങ്ങാം, നീ ടെൻഷൻ അടിക്കാതിരിക്കാനൊക്കെ പറയണം. രേവതിക്ക് എന്നാലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. രേവതി അവിടെ ഇരിക്കുകയാണ്. ആ സമയം അകത്തേക്ക് വക്കീൽ ചെന്നു. വക്കീൽ ചെന്ന് കഴിഞ്ഞപ്പം വക്കീൽ പറഞ്ഞു, അതെ ഞാൻ നീലിമയുടെ വക്കീലാന്ന് പറയാം. ആ, വക്കീലോട് ഇരിക്കാൻ പറയണം. വക്കീലിരുന്നു. പിന്നീട് പറഞ്ഞു, അതെ ഇതെന്റെ കക്ഷിയാന്ന് പറയണം, ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇവർക്ക് പൈസ കൊടുത്തോളാനായിട്ട് ശ്രുതി പേപ്പർ സൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയണേ. സൈൻ ചെയ്തിട്ടുണ്ടോ? അത് തെളിവ് സഹിതം കൊണ്ടുവന്നേക്കെന്ന് പറയണേ. കാരണം പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതൊക്കെ വാങ്ങിച്ചോണ്ടാണ് ആ വക്കീൽ വരുന്നത് അങ്ങോട്ടേക്ക്. ശ്രുതി പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഏതാന്ന് പോലും നോക്കാതെയാണ് നീലിമ കൊടുത്ത പേപ്പറിൽ അന്ന് സൈൻ ചെയ്ത് കൊടുത്തേ. ആ ഒരു വിശ്വാസത്തിന് പുറത്ത് കൊടുത്താണ്. അപ്പൊ നീലിമയുടെ കയ്യിലെ ജോയിന്റ് അക്കൗണ്ട് ആണല്ലോ, എമൗണ്ട് മൊത്തം കൊടുത്തോളാനും പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് കൊടുത്ത പേപ്പറായിരുന്നത്. ഇത് വക്കീൽ കാണിച്ച് കഴിയുമ്പോഴത്തേനും പോലീസുകാരൻ ശ്രുതിയോട് ചോദിച്ചു, നേരാണെന്ന് ചോദിക്കും. ശ്രുതി പറഞ്ഞു, എൻ്റെ ഒരു പേപ്പർ തന്നായിരുന്നു, ഞാനതൊന്നും നോക്കാതെ സൈൻ ചെയ്ത് കൊടുത്തു സാറേ, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്തതെന്ന് പറയാം. ശ്രുതി ചോദിച്ചു, ഒരു വിവരമില്ലേ ശ്രുതി നിനക്ക്? ഒരു പേപ്പർ കൈ കിട്ടുമ്പോൾ അത് എന്താന്ന് വായിച്ചു നോക്കാനുള്ള സാമാന്യ ബോധമില്ലേ? ഒന്നല്ലെങ്കിൽ ഇത്ര വിവരം വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ഒന്നല്ലെങ്കിൽ കുറെ ഡിഗ്രി കയ്യിലുള്ളല്ലേ, എന്നിട്ട് പോലും അതുപോലും നോക്കാതെ അത് പിന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇനി അനുഭവിച്ചോളാൻ പറഞ്ഞ് ശ്രുതി കിടന്ന് ദേഷ്യപ്പെടുവാണ്. പിന്നീട് പോലീസുകാരൻ പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേങ്കിൽ ഇവരെ ചീറ്റ് ചെയ്തിട്ട് 50 ലക്ഷം കൊണ്ട് പോയതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായെന്ന് പറയണം. ആ സമയം ശ്രുതി പറഞ്ഞു, അതെ എനിക്ക് എന്റെ പൈസ കിട്ടണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നീലി പറഞ്ഞു, പൈസ ഒന്നും തരാൻ പോകുന്നില്ല, അതെ ഞാൻ ചെലവാക്കി, എൻ്റെ കയ്യിൽ ഇനി പൈസ ഒന്നും ഇല്ലാന്ന് പറയണം. അത് മാത്രമല്ല നിങ്ങളുടെ കൂടെ അത്രയും കാലം കഴിഞ്ഞല്ലേ, അപ്പൊ അതെന്റെ എനിക്ക് കിട്ടിയ പൈസയാന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രുതി അങ്ങ് ചാടി എഴുന്നേറ്റു. മര്യാദയ്ക്ക് എന്റെ പൈസ തന്നോളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒച്ചപ്പാടും വേളം ഉണ്ടാക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയും പറഞ്ഞു, അത് ശരിയാ, മര്യാദയ്ക്ക് പൈസ വെച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി, അല്ല നീ കാനഡയ്ക്ക് ഒരിടത്തേക്കും പോകത്തില്ല എന്ന് പറയണം. ശ്രുതി പോലീസുകാരോട് പറഞ്ഞു, സാറേ ഇവളുടെ പേര് ഇപ്പൊ തന്നെ കേസ് ചാർജ് ചെയ്തു, ഇവള് കാനഡയ്ക്കും പോകണ്ട ഒരിടത്തും പോകണ്ട, ഇവളുടെ വിസയും ടിക്കറ്റും എല്ലാം അങ്ങോട്ട് ക്യാൻസൽ ചെയ്യണം, ഇവൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയണം. ഇവള് പൈസ കിട്ടിയിട്ട് മാത്രം വിട്ടാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു, നിങ്ങളൊരു സമാധാനപ്പെട്ടെന്ന് ഇരിക്കുക, നിങ്ങൾ ഇങ്ങനെ കടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ എവിടെ ഒരു അവസരം എന്ന് ചോദിക്കുക. ആ സമയം നീലിമയ്ക്കാണെങ്കിൽ ആ പാട്ട് ടെൻഷൻ പെട്ടുപോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് രേവതി പിന്നെ സച്ചയെ വിളിക്കണം. സച്ചയെ വിളിച്ചിട്ട് സച്ചേട്ടൻ എവിടെയാന്ന് ചോദിക്കണം. അതെ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഇപ്പം തന്നെ വരൂന്ന് പറയണം. ഇത്ര കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി അങ്ങോട്ടേക്ക് വരുവാണ്. സച്ചി വന്നിട്ട് എന്താ രേവതി എന്ന് ചോദിക്കുക. അത് പിന്നെ സച്ചേട്ടാ കണ്ടില്ലേ സ്കൂട്ടി ഇരിക്കണേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിലെ തെറ്റെന്ന് പറയണം. അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. സാറേ അതെ ഇതെൻ്റെ ഭാര്യയുടെ വണ്ടിയാന്ന് പറയണം. അതിന് അല്ല നോർ പാർക്കിംഗ് ഏരിയയിൽ ഇവിടെ പാർക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ട് എടുത്തോണ്ട് വന്നാന്ന് പറയാൻ, എടുത്തോണ്ട് വന്നെന്ന് പറയണം. പിന്നെ നോർ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ എടുത്തോണ്ട് വരാതെ പിന്നെ കാർ സ്കൂട്ടി ഏതാ ഞങ്ങൾ വാഷ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ചോദിച്ചാൽ അയാൾ ദേഷ്യപ്പെടുവാണ്. സാറേ ദേഷ്യപ്പെടല്ല, ഇവൾക്ക് അറിയില്ലായിരുന്നു. അതെന്താടാ അറിയത്തില്ലാത്ത, വായിക്കാൻ അറിയത്തില്ലെന്ന് ചോദിക്കാം. അത് പിന്നെ സാറേ ഇവളങ്ങനെ അധികം വണ്ടിയൊന്നും ഓടിച്ചില്ല, പുതിയതായിട്ട് എടുത്ത സ്കൂട്ടിയാ, കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ, ഇവള് പെട്ടെന്ന് ആ ബോർഡൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറയണം. ഇനി എന്തായാലും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രാഫിക് എസ് ഐ പുറത്ത് പോയേക്കോ, വരട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സച്ചു പറഞ്ഞു, ശരിയെന്ന് പറയാണ്. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം. എന്ത് ചെയ്യാനാ, അയാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ അടിക്കണം, ചിലപ്പോൾ കോർട്ടിൽ കൊണ്ടുപോയി അടയ്ക്കേണ്ട വരും, എന്നാലും വണ്ടി കിട്ടത്തുള്ളൂ എന്ന് പറയാം. കോർട്ടിലോ കോടതിയും കേസും ഒക്കെ ആവുമെന്ന് ചോദിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ ഫൈൻ അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ അടയ്ക്കാൻ പറ്റും, അല്ല ചിലപ്പോൾ കോർട്ടിൽ കൊണ്ട് അടയ്ക്കാൻ പറയും, എന്നാലും വണ്ടി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി ഇന്ന് പൊട്ടിക്കരയുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.